ഒരു കമ്പനീന്റെ ഉയർച്ചയിൽ അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ ഉയർച്ചയിൽ ഡാറ്റ അനലൈസിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ബിസിനസ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണ്, ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പൊതുവേ നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നെക്സ്റ്റ് ഡേ മുതൽ അഡ്വർടൈസ്മെന്റ് വരും. ഇതൊന്നും ഒരിക്കലും എന്റെ ഫേവററ്റ് ലിസ്റ്റിൽ പോലും വരാത്ത സാധനമായിരിക്കും എനിക്ക് അയക്കുന്നുണ്ടാകുക. ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു 300 കസ്റ്റമേഴ്സ് ഡെയിലി വരുന്നുണ്ടെന്ന് കൂട്ടുക, ഒരു വർഷം 1,07,000 കസ്റ്റമേഴ്സ് ആയി. ഈ ഡാറ്റ സൂപ്പർ മാർക്കറ്റിൽ ഡാറ്റ അനലൈസ് ചെയ്യാൻ അറിയുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് കച്ചവടം ഡബിൾ ആക്കാൻ പറ്റും. എങ്ങനെയാ? അതായത് ഈ ഡാറ്റയിൽ നിന്ന് ഇപ്പോൾ എ എന്ന് പറഞ്ഞ ഒരു കസ്റ്റമർ എടുക്കാന്ന് കൂട്ടുക, അയാൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ എന്താണ് പർച്ചേസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ മേ ബി അയാൾ വെജിറ്റബിളിലും കൂടുതൽ പർച്ചേസ് ഉണ്ടാകുക. അയാളെ കപ്പാസിറ്റി നോക്കാം, മേ ബി 2,000 മുതൽ 3,000 ഇടയിലായിരിക്കും അയാൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടാകുക. നോർമൽ ആയാലും ഓഫർ ഡേയിലാണോ ഓഫർ ഇല്ലാത്ത ഡേയിലാണോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടി. എന്താണ്? എ എന്ന് പറയുന്ന കസ്റ്റമറിന് വെജിറ്റബിൾ ആണ് കൂടുതൽ ഇഷ്ടവും, അയാൾ ഏറ്റവും വലിയ കപ്പാസിറ്റി 3,000 രൂപയാണെന്നും ഓഫർ ഡേയിലാണ് അയാൾ കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യുന്നത്. നാളെ അയാൾക്ക് അഡ്വർടൈസ്മെന്റ് കേൾക്കേണ്ടത് വെളിച്ചെണ്ണ വന്നു പഞ്ചസാര വന്നു എന്നല്ല, അതിന് പകരം വെജിറ്റബിൾ വന്നിട്ടുണ്ട് 3,500 രൂപയാണ്, ഓഫർ ഉണ്ടായിട്ട് 2,500 രൂപയ്ക്ക് സാറിന് കിട്ടുമെന്ന് പറഞ്ഞാൽ ഐഡിയൽ ടാർഗറ്റിലേക്ക് ഞങ്ങൾ എത്തി. ഇപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു കമ്പനീന്റെ ഉയർച്ചയിൽ അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ ഉയർച്ചയിൽ ഡാറ്റ അനലൈസിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ബിസിനസ്സുകാരനായിട്ട് ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഡാറ്റ അനലൈസ് ചെയ്യാൻ പഠിക്കണം. മിനിമം ലെവൽ അക്കൗണ്ടിങ് കാര്യങ്ങൾ അയാൾ അറിഞ്ഞിരിക്കണം. നമുക്കൊരു ഫിനാൻഷ്യലി ആയിട്ടുള്ള ഡീലിങ്സ് നമുക്ക് അറിയുന്നില്ലെങ്കിൽ ആ ബിസിനസ് അധികാരം മുന്നോട്ടേക്ക് പോരാം. അപ്പൊ ബിസിനസ് ചെയ്യുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് അതാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല, അതിൽ എക്സ്പേർട്ട് ആകുക തന്നെ വേണം.